ഹലോ. അപ്പോൾ കുറേ നാളായില്ലേ ലൈവ് വീഡിയോസൊക്കെ കണ്ടിട്ടത്. ലൈവ് വീഡിയോ എന്നല്ല കേട്ടോ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ അടുത്ത്. വേറൊന്നുമല്ല, ഒരു ഏകദേശം ഒരു മാസം അടുപ്പിച്ചാവുന്നുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ഞാനൊരു വീഡിയോ ഇട്ടത്, വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ ഒരു ചേട്ടൻ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് കമൻറ്റ്സ് നമുക്കറിയാലോ, ഇഷ്ടംപോലെ വീഡിയോസ് നെഗറ്റീവ് കമൻറ്റ്സ് ആർക്കും വരാം. അതാരാ മൈൻഡ് ചെയ്യുന്ന, ആരും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ ഇട്ടേക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ കമൻ്റ് ഒന്നും കണ്ടിട്ടില്ല. പുള്ളി പിന്നെ എൻ്റെ ഞാൻ വണ്ടി ഓടിക്കുന്ന വീഡിയോ ഫസ്റ്റ് ആൾ കമൻറ്റ് ഇട്ടേക്കുന്നത്. ആളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കാം. ആൾ പിന്നെ പോയിട്ട് എൻ്റെ പഴയ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എല്ലാത്തിലും കമൻറ്റ് കയറി നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് തുടങ്ങി. അപ്പോൾ ഈ കമൻറ്റ്സ് ഡീൽ ചെയ്യുന്നത് ഞാനല്ല, ഇവിടെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പുള്ളിക്കാരൻ അതിൻ്റെ റിപ്ലൈ കൊടുക്കും. ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കണ്ട, എന്തിനാണ് നോക്കുന്നത്, ഇങ്ങനെ കമൻറ്റ് ഇടുന്ന എല്ലാവരും കാണും, അതൊക്കെ വിട്ടേക്കെന്ന് പറഞ്ഞ്. കമൻറ്റ്സ് ഇപ്പം നെഗറ്റീവ് കമൻറ്റ്സും പോസിറ്റീവ് കമൻറ്റ്സ്, നെഗറ്റീവ് കമൻറ്റ്സ് കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ റീച്ച് ആവുന്നുള്ളേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇരട്ടേന്ന് വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പുള്ളിക്കാരൻ എനിക്കത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ വെച്ചു, അങ്ങനെ ഇപ്പോൾ പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ആൾ കമൻ്റ് ഇട്ടോട്ടെ, എന്തുകൊണ്ട് ഇട്ടോട്ടെ. അപ്പോൾ ഒരു ലേഡീസ് എന്ന നിലയ്ക്കും, അതുമാത്രമല്ല KSRTC സിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവർ എന്ന നിലയ്ക്കും, DCയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്കും, ജീവനക്കാരി നിലയ്ക്കും എന്നെപ്പറ്റി അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാനപ്പോൾ നമ്മുടെ KSRTC അറിയാമല്ലോ, വലിയൊരു സംരംഭമാണ്, അതിനൊരു അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ അസോസിയേഷനിലെ മെയിൻ ആൾ സെക്രട്ടറി വിശാന്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ കമൻറ്റ് നോക്കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം, കേസ് കൊടുക്കാം, മുന്നോട്ട് പോകാനുള്ളത് നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി, എന്ത് പറയുന്നത്, ഈ കേസ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു, കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളെ അസോസിയേഷൻ വഴി നമ്മൾ ആ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ ഞങ്ങളുടെ വർക്കല ഇടവ കാപ്പിലുള്ള ആളാണ്. പ്രൊഫൈലിൽ അത്രയേ ഉള്ളൂ, കാപ്പിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇയാളുടെ A to Z എല്ലാ കാര്യങ്ങളും എനിക്ക് ഡയറക്റ്റ് സംഭവങ്ങളെല്ലാം കിട്ടി. എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ അവൻ്റെ ID വരെ കിട്ടി. ID മീൻസ് വോട്ടേഴ്സ് ID-യിലുള്ള ഡീറ്റെയിൽസ് വരെ, അവൻ്റെ വീട്ട് അഡ്രസ്സും ഫോൺ നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടി. എല്ലാം കൂടെ വെച്ച് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു. കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഫോൺ നമ്പർ കൊടുത്തു. ഫോൺ നമ്പർ വെച്ചിട്ട് വിളിച്ച് കഴിഞ്ഞപ്പം ആളുടെ നമ്പറേ നിലവിലില്ല. ഞങ്ങൾ അന്വേഷിച്ച വഴി നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കേസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് അസോസിയേഷൻ വഴി ലെറ്റർ ഹെഡിനകത്ത് നമ്മുടെ പരാതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ആറ്റിങ്ങൽ ഡിപ്പോ ആയിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഡിപ്പോയിലും ഞാൻ വിവരം അറിയിച്ച ശേഷമാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കേണ്ടത്, കേസ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അത് ആറ്റിങ്ങൽ സ്റ്റേഷന് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബറിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വിമൻസിൻ്റെ ഇതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തിട്ടാണൊക്കെ ഇല്ല. പിന്നെ പുള്ളി പക്ഷേ ഞാൻ ഇത് കൊടുക്കുന്ന അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ല. പക്ഷേ ആൾ പിന്നെ അന്വേഷണം എന്നെ ഹസ്ബൻഡിനെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആൾ പിന്നെ ഒരു കമൻറ്റ് ഇട്ട് കണ്ടിട്ടില്ല. എന്നാലും ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളൂ. പിന്നെ നിങ്ങൾക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്ത് സൈബർ ബുള്ളിങ് പോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനായിട്ട് ഇപ്പോൾ ആർക്കും ഒരു ഉപദ്രവത്തിനും കാര്യത്തിനും വരുന്നില്ല. പിന്നെ എൻ്റെ എനിക്ക് പുള്ളി എഴുതിന് പറഞ്ഞതെന്ന് വെച്ചാൽ റീൽസ് മാനിയ, ഡ്യൂട്ടി ടൈം റീൽസ്, ഞാൻ ഈ സംഭവം എല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഞാനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി പിന്നീട് കുറേ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് പോയി. പക്ഷേ എല്ലാത്തിനും സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഫോട്ടോയും ആളിട്ടുന്ന പോസ്റ്റും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ വെച്ച് പുള്ളിയെ ഒന്ന് വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചു. പുള്ളി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസിൽ നിന്ന് വിളിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അറിഞ്ഞേക്കുന്നത്, നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ID ഫേസ്ബുക്കിൽ പുള്ളി ആക്റ്റീവാണ്, ഡെയിലി പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിലവില്ല എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അതെന്തായാലും സൈബറിൽ കൊടുത്തിട്ട് അതൊന്ന് അന്വേഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് പോസ്റ്റുകൾ ഇടാം, നെഗറ്റീവ് കമൻറ്റ്സ് ഇടാം. പക്ഷേ പോസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതും അത് നിങ്ങൾക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കിയിട്ടേ ആ പോസ്റ്റിൽ ഇടാവും. ഡ്യൂട്ടി ടൈം ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനല്ല വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുക്കുന്നത്. ഒന്നുകിൽ ഞങ്ങൾ കണ്ടക്ടറായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ആരെങ്കിലും തന്നെ ആയിരിക്കും. ഞാനിവിടെ ജോയിൻ ചെയ്തതിന് മുന്നേ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്. ഞാനൊരു യൂട്യൂബറായിട്ട് തന്നെയാണ് ഇതിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള നമ്മുടെ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളും, അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യങ്ങളും വിശേഷങ്ങളും, ഫാമിലി ബ്ലോഗറാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിന് അധികാരപ്പെട്ടവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് വന്നിരിക്കുന്നതും വീഡിയോസ് ഇടുന്നതും. അല്ലാണ്ട് ഇന്നലെ കിട്ടിയ ജോലിയിൽ കയറിയിട്ട് റീൽസ് ഇട്ട് ഞാനങ്ങ് പബ്ലിക് ആവാം എന്നുള്ള വെച്ചിട്ടല്ല ഞാൻ റീൽസ് ഇടുന്നത്. ഈ ഒരൊറ്റ ചേട്ടന് വേണ്ടിയിട്ടുള്ള മാത്രം മറുപടിയാണ്. ഞാൻ ആ കമൻറ്റിലൊന്നും റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല. ആ കമൻറ്റിനൊക്കെ ഉള്ള റിപ്ലൈ ഇതാണ്.
ഞാൻ അപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ അധികാരപ്പെട്ടവരെ കാണിച്ചിട്ടും അവരുടെ സമ്മതത്തോട് തന്നെയാണ് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മുടെ കേസ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പിറകെ നടക്കാനായിട്ട് എനിക്ക് മെയിനായിട്ട് നിന്ന് നമ്മുടെ ഇതിലെ KSAവിലെ സെക്രട്ടറി വിശാന്തേട്ടൻ, പിന്നെ നമ്മുടെ മുൻ സെക്രട്ടറി കമലൻ ചേട്ടൻ, പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഷൈജു ചേട്ടൻ, ഇവരൊക്കെയാണ് മുന്നിട്ട് നിന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ സ്റ്റേഷന് വരാനും ഇതെല്ലാം റെഡിയാക്കി കൊടുക്കാനും മാറ്ററൊക്കെ റെഡിയാക്കി തരാനും ഒക്കെ ഇവരാണ് നിന്നത്. അപ്പോൾ ഈ ഒരു വേളയിൽ ഇവരൊക്കെ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. ഇതുപോലെ സേവനങ്ങൾ നിങ്ങൾ മുന്നോട്ട് നമുക്ക് തരണം. നമ്മുടെ എല്ലാ ലേഡീസിനായാലും ജെൻസിനായാലും നിങ്ങളുടെ സേവനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.